ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്, കുട്ടികൾക്കും ഇക്കാക്കും എല്ലാവർക്കും ഇന്ന് ലീവാണ്. അപ്പോൾ ഇന്നൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ പോണത് ഹൈപ്പർ മാർക്കറ്റ്, പുതിയ ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ. അതൊന്ന് ജസ്റ്റ് കാണാൻ വിചാരിച്ചിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ മറ്റെല്ലാ ദിവസങ്ങളിലും നാച്ചുവിനും ഇക്കാക്കൊക്കെ വർക്ക് ഉണ്ടാവണ കാരണം കെൻസക്കുട്ടിക്ക് പിന്നെ ശനി ഞായറും ലീവ് കിട്ടും. നാച്ചുവിന് ഞായറാഴ്ച മാത്രമാണ് ലീവ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കൂടുതലും പുറത്ത് പോകാൻ ഇറങ്ങണത് ഞായറാഴ്ച ദിവസങ്ങളിലാണ്. അപ്പോൾ ഇന്ന് ഉമ്മയുണ്ട് കൂടെ. ഉമ്മ ഉണ്ട്, ഞാനും ഇക്കയും കെൻസക്കുട്ടിയും നാച്ചും ഉണ്ട് കേട്ടോ. അപ്പോൾ പാലക്കാട് ഹൈവേയിലേക്ക് കയറിയപ്പോഴാണ് ഈ വീഡിയോ എടുക്കേണ്ട ഓർമ്മ വന്നത്. അതുവരെ ഞങ്ങളങ്ങനെ സംസാരിച്ചിരുന്നിട്ട് വീഡിയോ എടുക്കേണ്ട കാര്യം മറന്നുപോയി. ഇവിടെ എത്തിയ എന്തായാലും ആർക്കും വീഡിയോ എടുക്കേണ്ട കാര്യം ഓർമ്മ വരും. കാരണം അത്രയും നല്ല റോഡും അതിൻ്റെ അരികിൽ കൂടെ ഒക്കെ ചെടികൾ, നല്ല കളർഫുള്ളായിട്ടുള്ള പൂക്കളുള്ള ചെടികളും, പിന്നെ പാടം, മല, കുന്ന്, മരം, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഒക്കെ നമുക്ക് നല്ലൊരു വ്യൂ ആണ് ഈ റോഡിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കാൻ തുടങ്ങി. വീഡിയോ എടുക്കാൻ ഓർമ്മ വന്നത് അപ്പം മുതൽ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ലുലു എത്താറായി ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും വേണ്ടില്ല, കുറച്ച് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തു. അങ്ങനെ അപ്പോൾ ഞങ്ങൾ ലുലുവിലേക്ക് പോവുകയാണ്. പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണിക്കാം കേട്ടോ. വിശേഷങ്ങളൊന്നുമില്ല, ഭയങ്കര തിരക്കാണ്. സൺഡേ ആയിട്ടാണോ അതോ ഇനിയിപ്പോൾ അധികം ആയിട്ടില്ലല്ലോ ഉദ്ഘാടനം കഴിഞ്ഞിട്ട്, അതുകൊണ്ടാണോ എന്നറിയില്ല. ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ വിചാരിച്ച പോലെയൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വെക്ക് കഴിയാത്തതുകൊണ്ട് ഞാൻ ഇക്കാനെ ഏൽപ്പിച്ചു. അപ്പോൾ നമ്മൾ ലുലുവിലെത്തി. അപ്പോൾ നമ്മൾ ബാക്ക് വശത്ത് കൂടെയാണ് കയറുന്നത്. ബാക്ക് വശത്ത് കൂടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ബാക്കിൽ കൂടാണ്ട് കയറിയപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ ഫസ്റ്റ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം അങ്ങനെ കയറി വന്ന് ഫ്രണ്ടിൽ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ ഒരു അക്ഷയ ജ്വല്ലറി ഉണ്ട്, നാവിഗേറ്റർ, വിസ്മയ, അങ്ങനെ ഡ്രസ്സിൻ്റെയും ഒക്കെ ആയിട്ട് ഓരോ കടകൾ ഉണ്ട്, ഒരു 5-6 കടകൾ. പിന്നെ അവിടെ കാണുന്നത് ഹൈപ്പർ മാർക്കറ്റാണ്. ഹൈപ്പർ മാർക്കറ്റ് ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര തിരക്ക്, എല്ലാ സാധനങ്ങളും ഉണ്ട്. എല്ലാ സാധനങ്ങളും പറഞ്ഞാൽ നമുക്ക് കണ്ട ഭയങ്കര കൗതുകം തോന്നും. അത്രയും സാധനങ്ങളൊക്കെ നല്ല ഫ്രഷ്നെസ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ കൂടുതൽ കട ഉദ്ഘാടനം കഴിഞ്ഞിട്ട്, മാർക്കറ്റ് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അധികം ആവാത്ത കാരണം അടിപൊളിയായിട്ടാണ് കേട്ടോ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തേക്കണതൊക്കെ. അപ്പം എല്ലാം കാണിച്ചു തരാം, കുറേയൊക്കെ കാണിച്ചു തരാം, എല്ലാം ഒന്നും കാണിക്കാൻ പറ്റില്ല. ഫുഡ് വെയറിൻ്റെ കട ഉണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ, ഫാൻസി ഐറ്റംസ് ഉണ്ട്, പിന്നെ ജ്വല്ലറി ഉണ്ട്, പിന്നെ ഒരു ഡ്രസ്സിൻ്റെ കട ഉണ്ട്, പിന്നെ അങ്ങനെ 2-3-4 കടയുള്ളൂ ഫസ്റ്റ് ഫ്ലോറിൽ. പിന്നെ ഹൈപ്പർ മാർക്കറ്റാണ്. അപ്പോൾ ഹൈപ്പർ മാർക്കറ്റിൻ്റെ തിരക്ക് കാണാണ്ടല്ലോ അല്ലേ വീഡിയോയിൽ. നമ്മൾ ഹൈപ്പർ മാർക്കറ്റത്തെ സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണിക്കാം. എല്ലാ സാധനവും ഉണ്ട്, എല്ലാ സാധനവും നല്ല കളർഫുള്ളായിട്ടിരിക്കുന്നുണ്ട്. ചിലതിനൊക്കെ ഓഫറുണ്ട്. അപ്പോൾ ഓഫറുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഞങ്ങൾ മേടിച്ചു. അപ്പോൾ ഞങ്ങൾ പർച്ചേസിങ്ങിനായിട്ടൊന്നുമല്ല പോയത്, എങ്കിലും കാണുമ്പോൾ നമുക്കിങ്ങനെ മേടിക്കാൻ തോന്നും, എല്ലാതും മേടിക്കാൻ തോന്നും. പാത്രങ്ങളായാലും സാധനങ്ങൾ, വീട്ടിലേക്ക് എല്ലാം ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ ഇങ്ങനെ നിരന്നിരിക്കുമ്പോൾ നമുക്ക് എന്തായാലും എല്ലാം മേടിക്കാൻ തോന്നും. പക്ഷെ എല്ലാം മേടിക്കാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ചെറിയ ഐറ്റംസൊക്കെ വില കമ്മിയുള്ള കുറച്ച് ഐറ്റംസുകളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ ഭാഗത്തും എത്തുമ്പോൾ നമുക്ക് അതിൻ്റെ വിലയും അതിൻ്റെ കളറും ഒക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ എടുത്ത് നോക്കിയിട്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലുലു കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ എവിടേക്കെങ്കിലും പോകാമെന്നൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് പോയത്. പക്ഷേ ലുലുന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 5:30-6 മണിയായി സമയം. പിന്നെ എങ്ങോട്ടും പോയില്ല, പിന്നെ നേരെ വീട്ടിലേക്കാണ് വിട്ടത്. അപ്പോൾ പാത്രങ്ങളും ഗ്ലാസ്സുകളൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പോയി കാണണം. ഇപ്പോൾ പോയി കാണുകയാണെങ്കിൽ അടിപൊളിയാണ്. കുറച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ നല്ല സെറ്റിങ്സൊക്കെ ഇട്ട് അടിപൊളി വ്യൂ ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ ഹൈപ്പർ മാർക്കറ്റ്. പിന്നെ തിരക്കൊണ്ടാണ് നമുക്കിവിടെ വീഡിയോയിൽ പെടാത്തതും ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. പിന്നെ സ്നാക്സ് ഐറ്റംസിലേക്കൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ കാണാത്ത ഓരോ ഐറ്റംസുകളാണ് അവിടെ ഇരിക്കുന്നത്. ബലൂൺസ് എല്ലാം ഉണ്ട്. ഇവിടെയൊക്കെ എത്തുമ്പോൾ നാച്ചുവിനും കെൻസുവിനൊക്കെ എന്തെങ്കിലുമൊക്കെ വേണം, അത് മേടിക്കുക എന്നൊക്കെ പറയും. ചെറുതായിട്ടൊക്കെ അവർക്ക് മേടിച്ചു കൊടുത്തു. ഇതൊക്കെ ചാർട്ട് പേപ്പറാട്ടോ സെറ്റ് ചെയ്തേക്കണേ. ഞാൻ അങ്ങനെ വരുമ്പോൾ വിചാരിച്ചു എന്താ തിരിക്കണമെന്ന്, പിന്നീടാണ് മനസ്സിലായത് ചാർട്ട് പേപ്പറാണെന്ന്. പിന്നെ അതേപോലെ അക്വേറിയം മീനുകൾ,
അവറ്റങ്ങൾക്ക് കൊടുക്കാനുള്ള തീറ്റയും അതിൻ്റെ കൂടെ തന്നെ അവർ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടാണ് ഇരിക്കണത്. പല കളറിലുള്ള കല്ലുകൾ, സ്റ്റോണുകളാണ് അതിലിട്ടിട്ടുള്ളത്. നാച്ചുവിനൊക്കെ മേടിക്കണം എന്നുണ്ട്. പക്ഷേ ഇപ്പോൾ 2 ആഴ്ച മുന്നേ 2-3 മീനിനൊക്കെ മേടിച്ച് അക്വേറിയമൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. വേറൊന്നും മേടിച്ചെടുക്കില്ല എന്ന് എനിക്കറിയാം. പിന്നെ നല്ല കളർഫുള്ളായിട്ടുള്ള വാട്ടർ ബോട്ടിലുകൾ കണ്ടില്ലേ, അതേപോലെ ഒരു ഡോളിൻ്റെ വാട്ടർ ബോട്ടിൽ കണ്ടില്ലേ. കുട്ടി അടുത്ത വർഷം സ്കൂളിൽ പോകാൻ വേണം പറഞ്ഞിട്ട്, ഈ വർഷത്തിലേക്ക് ഇപ്പോൾ ബോട്ടിലുണ്ടല്ലോ, അപ്പോൾ അടുത്ത വർഷമൊക്കെ ഇത് മതി പറഞ്ഞിട്ടാണ് കൈ പിടിച്ചിരിക്കുന്നത്. റേറ്റ് ഉണ്ട്, നമ്മൾ വെറൈറ്റി ആയിട്ട് കാണുന്നതിനൊക്കെ റേറ്റ് ഉണ്ട്. അതേപോലെ നമ്മളെ ഫിഷ്, മീറ്റ്, ലാമ്പ്, ചിക്കൻ എല്ലാവിധ ഐറ്റംസും ഉണ്ടാവും. മാർക്കറ്റാണ്. എല്ലാ ഫിഷും ഉണ്ട്. പേര് നോക്കിയ ചിക്കൻ, ലാമ്പ്, മീറ്റ്, പിന്നെ ഫിഷ്, പിന്നെ ഭക്ഷണമാണ്. റൈസുകളുണ്ട്, അതിലേക്ക് വേണ്ട ഗ്രേവികളുണ്ട്, പിന്നെ ഷവായി, ഷവർമ്മ, സാൻഡ്വിച്ച്, ബർഗർ, പിസ്സ, സാലഡുകൾ വെറൈറ്റി ആയിട്ടുള്ളതുണ്ട്, ജ്യൂസുകൾ, എല്ലാ ജ്യൂസുകളും ഉണ്ട്. എല്ലാ ഫ്രൂട്ട്സിൻ്റെയും ജ്യൂസുകൾ, ഫ്രഷ് ജ്യൂസുകൾ. അതേപോലെ സ്നാക്സിൻ്റെ ഐറ്റംസിലേക്ക് വന്നപ്പോൾ തന്നെ കാണാൻ പറ്റാത്ത, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഓരോ ഐറ്റംസുകളാണ് ഇരിക്കുന്നത് കേട്ടോ. മിക്സർ തന്നെ പലതരം, മുറുക്കുകൾ പലതരം, ബന്നുകൾ, ഡോണറ്റുകൾ ഒക്കെ പല പല തരത്തിലുള്ള കളറുകളായിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. കണ്ടാൽ നമ്മൾ എന്തായാലും മേടിച്ച് തിന്നാതിരിക്കാൻ നമുക്ക് തോന്നില്ല. ഞങ്ങൾ മേടിച്ചു, ഒരു ചിക്കൻ ടിക്ക പറഞ്ഞിട്ടുള്ളൊരു സംഭവം മേടിച്ച് ഞങ്ങൾ കഴിച്ചു. അതേപോലെ കേക്ക്, ഏത് കളർ വേണമെങ്കിലും, ഏത് ഫ്ലേവർ വേണമെങ്കിലും, പല പേരുകൾ. ഇവിടെ ഒന്നും കടയിൽ കേൾക്കാത്ത തരം പേരുകൾ. എല്ലാ കടയിൽ നിന്നും നമ്മൾ പോയി നോക്കാറില്ല, പക്ഷെ നമ്മളൊന്നും കേക്ക് മേടിക്കണ കടയിലൊന്നും കാണാത്ത ഓരോ പേരുകളിലൊക്കെ ഉള്ള കേക്കുകളൊക്കെ ഇരിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് കേട്ടോ ബന്നുകൾ നല്ല ഹാർഡായിട്ടുള്ള ബന്നുകളൊക്കെ ഇരിക്കുന്നുണ്ട്. സംഭവമൊക്കെ ഒരേ രാഷ്ട്രത്തിൻ്റെ ബന്നുകളാണ്. പിന്നെ ഫ്രൂട്ട്സുകൾ, പിന്നെ കാഷ്നട്ട്, കിസ്മിസ്, അങ്ങനെയുള്ള ബദാം, പിസ്ത, അങ്ങനെയുള്ള ഐറ്റംസുകൾ, സോഫ്റ്റ് ഡ്രിങ്ക്സ്, പിന്നെ ഇതാ ചോക്കോസ്, എല്ലാവിധ ഫ്ലേവറിൻ്റെ ഉണ്ട്, ബിസ്ക്കറ്റുകൾ, ടിഷ്യൂസ്, സ്പ്രേകൾ, റൂം സ്പ്രേ, ബോഡി സ്പ്രേ, അങ്ങനെയുള്ള സ്പ്രേകൾ, വണ്ടിയിൽ ഒഴിക്കണ ഓയില്, പിന്നെ ഫ്രൈ പാൻ്റെ ഓരോ പോട്ടുകളുണ്ട് കേട്ടോ, ഫ്രൈ പാൻ്റെ. പിന്നെ ഗാലക്സി വേണം പറഞ്ഞിട്ട് നാച്ചൊരു പെട്ടി ഗാലക്സി എടുക്കാൻ ഉദ്ദേശിക്കണം കേട്ടോ. അപ്പോൾ ഗാലക്സിക്ക് ഓഫർ ഉണ്ടായിരുന്നു, അപ്പോൾ മേടിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ വിചാരം അങ്ങനെ അത് മേടിക്കാമെന്നാണ്. പിന്നെ ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് എത്തിയിട്ടോ. സെക്കൻഡ് ഫ്ലോറിലൊന്നും നമുക്ക് വീഡിയോ എടുക്കാനേ പറ്റില്ല, അത്രയും തിരക്കാണ്. ഞാനും ഉമ്മയും ഓരോ സാധനങ്ങൾ നോക്കി വിലയൊക്കെ നോക്കി ഭംഗിയൊക്കെ നോക്കി പറഞ്ഞ് സംസാരിച്ചൊക്കെ അങ്ങനെ വന്നപ്പോഴത്തേനൊക്കെയും കുട്ടികളൊക്കെ വീഡിയോസ് എടുത്തിട്ട് അങ്ങനെ പോയിട്ടോ. ഈ കമ്മലിൻ്റെ ഐറ്റംസ് തന്നെ എത്ര തരത്തിലാണ് വെച്ചിട്ടോ, ലോങ് ആയിട്ടുള്ളതും ഷോർട്ട് ആയിട്ടുള്ളതും സ്റ്റഡ് രൂപത്തിലും ഒക്കെ ഉണ്ട്. ഭയങ്കര കളക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ തുടക്കമായതുകൊണ്ട് എന്താണെന്നറിയില്ല, നല്ല കളക്ഷൻസ്. ബാഗായാലും എല്ലാ മോഡൽ ബാഗുകളുണ്ട്. വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കടകളിൽ നിന്നൊക്കെ മേടിക്കണ വില തന്നെയുള്ളൂ. അവിടെ വെച്ചിട്ട് പ്രത്യേകിച്ച് കൂടുതൽ വിലയൊന്നുമില്ല. ഹെയർ ബാൻഡ്, ലേറ്റ് എത്തണ ഹെയർ ബാൻഡൊക്കെ വേണം പറഞ്ഞിട്ട് കെൻസക്കുട്ടി വാശി പിടിക്കുകയൊക്കെ ചെയ്തു. പിന്നെ റോൾഡ് ഗോൾഡിൻ്റെ എല്ലാവിധ ഐറ്റംസുകളും, റിങ്സുകൾ കണ്ടില്ലേ, ഒരുപാട് റിങ്സുകളാണ്, ഒരുപാട് റിങ്സുകൾ. കാരണം ഈ റിങ്സ് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇടയ്ക്കിലൊക്കെ പോകുമ്പോൾ കഴുത്തിലും കയ്യുമ്മൊന്നും ഞാൻ മെയിനായിട്ട് നോക്കില്ല, കാതിലിടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലോങ് ആയിട്ടുള്ള കമ്മലുകൾ, അതുപോലെ ബണ്ണുകൾ. ഇവിടുന്നൊക്കെ 2-3 മേടിച്ചു കേട്ടോ. കെൻസക്കുട്ടിക്ക് സ്കൂളിലേക്ക് ഇട്ട് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ച് 4 ഐറ്റംസിൽ നിന്നൊക്കെ മേടിച്ച് ഞങ്ങൾ. അങ്ങനെ കണ്ട എല്ലാം മേടിക്കാൻ തോന്നും. തോനെ കാണുമ്പോൾ ഒന്നും പറ്റില്ല, ഇതാ നല്ലത് ഏതാ നല്ലതെന്ന് അറിയാതെ. പിന്നെ ടോയ്സ് സെക്ഷനൊക്കെ അടിപൊളിയാണ് കേട്ടോ. ബെയറുകളൊക്കെ ഇരിക്കണ കാണുന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഇരിക്കണം, നല്ല കളർഫുള്ളായിട്ട്.
പക്ഷെ നമുക്ക് അവിടെയൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്, റീൽസ് എടുക്കാനും ഡാൻസ് ചെയ്യാനും ഒക്കെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഒന്നിനും പറ്റിയില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര തിരക്കായിരുന്നു. തിരക്കായതുകൊണ്ട് നമുക്ക് വീഡിയോ വിചാരിച്ച പോലെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കെൻസു ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ പോയിട്ട് ഡാൻസ് കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡാൻസൊന്നും നമുക്ക് അവിടെ എടുക്കാൻ പറ്റില്ല. അതേപോലെ മിക്സികൾ, ഈ വീട്ടുപകരണങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും പെണ്ണുങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ മേടിച്ച് പോകാൻ തോന്നും. അപ്പം നമ്മളിങ്ങനെ റേറ്റൊക്കെ നോക്കിയിട്ട്, പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പർച്ചേസിങ്ങിനല്ല പോയിട്ടുണ്ടായിരുന്നത്, ജസ്റ്റ് എല്ലാം കാണാൻ അത്രയും അടുത്ത് ലുലുമാളൊക്കെ വന്നതല്ലേ എന്നൊക്കെ ചിന്തിച്ചിട്ട് നമ്മൾ പോയതാണ്. ഡ്രസ് ഐറ്റംസ് ആയാലും ഓഫറിലുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും എല്ലാവരും പോയി കണ്ടോ, കാണാൻ പറ്റിയൊരു പ്ലേസാണ്. നമ്മൾ ലുലു ഹൈപ്പർ മാർക്കറ്റ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് തള്ളിക്കളയരുത്. കാരണം ഞാൻ ഇവിടുന്ന് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ പലരും എന്നോട് പറഞ്ഞു അതിന് മാത്രം കാണാനൊന്നുമില്ല പറഞ്ഞു. കണ്ടു നോക്കിയപ്പോഴാണ് അടിപൊളിയാണ്. ടി വികൾ എത്ര ലക്ഷങ്ങൾ രൂപ വിലയുള്ള ടി വികൾ വേണമെങ്കിലും ഉണ്ട്. എന്താ ക്ലാരിറ്റി, അടിപൊളിയായിട്ട് അതിലുള്ള സീനുകളൊക്കെ. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കടന്ന് ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഫീലാണ്. അപ്പോൾ എല്ലാവരും ചെന്ന് കണ്ടോ, കാണേണ്ട സ്ഥലമാണ്, ആരും മിസ്സാക്കരുത്. എല്ലാവിധ ഇലക്ട്രോണിക്സ് ഐറ്റംസും ഉണ്ട് കേട്ടോ. ടി വിയിൽ ഇങ്ങനെ ഒരു സീനറി കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര കൗതുകം തോന്നും. കാരണം അത്രയും ക്ലാരിറ്റി ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടുമാണ് കാണിക്കുന്നത്. റേറ്റ് ഉണ്ട്, റേറ്റ് 3 ലക്ഷം 4 ലക്ഷം ഒക്കെ ഉണ്ട് ടി വികൾക്ക്. 5, 6 ഒക്കെ ലക്ഷങ്ങളുള്ള ടി വികൾ ഉണ്ട്. അതേപോലെ ഗ്യാസ് അടുപ്പുകൾ, ഒരുപാട് ഐറ്റംസുകളാണ്. നമുക്ക് കാണാൻ കഴിയാത്ത അത്രയും വിധം ഐറ്റംസുകളാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഇങ്ങനെയൊക്കെ ആദ്യമായിട്ട് കാണാം കേട്ടോ. കുറേ മാളുകളിലൊക്കെ പോയിട്ടുണ്ട്, ഫോക്കസ് മാളിലും ഫോറം മാളിലും അതേപോലെ നമ്മുടെ തൃശ്ശൂരുള്ള ശോഭ മാളിലും ഒക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസുകൾ ഞാൻ കണ്ടിട്ടില്ല. കണ്ടവരൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒഴിഞ്ഞ സ്ഥലമല്ല, ആളുകളൊക്കെ ഉണ്ട്. ഒരു സൈഡിൽ നിന്നിട്ട് അവളുടെ ഒരു റീൽസ് എടുക്കണം കേട്ടോ. സോ ബ്യൂട്ടിഫുൾ എന്നുള്ള റീൽസാണ് എടുക്കുന്നത്. സൗണ്ട് ഞാൻ കളഞ്ഞു വെച്ചതാണ്, അത് നമ്മൾ വേറെ ആയിട്ട് ഇട്ടിട്ടുണ്ട്, ഷോർട്സ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാനത് കളഞ്ഞതാണ്. അതേപോലെ ഒരു കീ ചെയിനാണ് കേട്ടത്. എന്ത് ഭംഗി വെച്ചിട്ടാണ് ഞാൻ മേടിച്ചത്. കാരണം നല്ല ഭംഗിയുണ്ട്, അധികം വിലയൊന്നുമില്ല. 145 രൂപ എത്രയായിട്ടേ ഉള്ളൂ വില. അപ്പോൾ എനിക്കാവശ്യമായിട്ടല്ല, വണ്ടിയിൽ തൂക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ കീ ചെയിൻ മേടിച്ചു. അപ്പോൾ അതിൻ്റെ തന്നെ പലതരം കളറുകളുണ്ട്, പിന്നെ പല മോഡലുകളുണ്ട്. അപ്പോൾ ഇഷ്ടമായ മോഡൽ പറയുന്നത് ബ്രൗൺ കളറിൻ്റെയാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് തിരിച്ചു പോരുകയാണ്. തിരിച്ചു പോന്ന് ഭക്ഷണം കഴിക്കാൻ കയറിയിരിക്കുകയാണ്. അപ്പോഴത്തേനും 6:30 7 മണി 7:15 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ എവിടെയും കയറിയില്ല, അതിനുള്ള സമയം ഉണ്ടായില്ല.